സ്കിൻ ബ്രൈറ്റനിങ്ങിന് അത്ഭുത ഗുണങ്ങൾ നൽകാൻ കഴിവുള്ള ഒന്നാണ് ക്യാരറ്റ് ജ്യൂസ്. ചർമ്മത്തിൻ്റെ തിളക്കം വർദ്ധിക്കാനും അതുപോലെ സ്കിൻ ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് അതൊക്കെ ഒരു മരുന്ന് പോലെ തന്നെ മാറ്റിയെടുക്കാനായിട്ടും ക്യാരറ്റ് ജ്യൂസ് ഉപയോഗിക്കാം. പിമ്പിൾസ് ഉള്ളവർക്കും ഇത് നല്ലൊരു മാറ്റം തരുന്ന ജ്യൂസാണ്. അകാല വാർദ്ധക്യം തടയാനും ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യുജിൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്യാരറ്റ് ജ്യൂസ് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് ക്യാരറ്റ് അല്ലേ. വൈറ്റമിൻ എയുടെ കലവറ തന്നെയാണ്. നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്, നമ്മുടെ ചർമ്മത്തിന് നല്ലതാണ്. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ള ക്യാരറ്റ് ജ്യൂസ് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ക്യാരറ്റ് മാത്രമല്ല, വേറെയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സ്കിന്നിൻ്റെ പ്രോബ്ലംസിനൊക്കെ നമ്മൾ ഓരോ റെമഡീസ് ഒക്കെ ചെയ്യുന്നവരാണല്ലേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തീർച്ചയായും ഇടയ്ക്കെങ്കിലും ക്യാരറ്റ് ജ്യൂസ് കൂടി ആഹാരത്തിൽ ഉൾപ്പെടുത്തുക തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ആയിട്ട് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളം കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ക്യാരറ്റും അതുപോലെ തന്നെ കുക്കുംബറും തൊലിയൊക്കെ ചീകിയിട്ട് അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. മിക്സിയിൽ തന്നെയാണ് ജ്യൂസ് അടിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ മിക്സിയുടെ വലിയ ജാറിൽ നമ്മുടെ ക്യാരറ്റും കുക്കുംബറും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ജ്യൂസറൊക്കെ ഉള്ളവർക്ക് ജ്യൂസറിൽ ചെയ്യാം. ഞങ്ങളുടെ ജ്യൂസർ എറണാകുളത്തെ വീട്ടിലാണ്, അപ്പോൾ അത് ഇനി എടുത്തുകൊണ്ട് വന്നിട്ട് വേണം. അപ്പോൾ നമ്മളിത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി അരിച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ക്യാരറ്റിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിനെ ഫ്രീ റാഡിക്കൽസിൻ്റെ ഡാമേജിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലുള്ള വൈറ്റമിൻ സി ഒക്കെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്ലോയിങ് സ്കിന്ന് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ക്യാരറ്റിലെ വൈറ്റമിൻ എ സെൽ റീജനറേഷന് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൻ നല്ല സോഫ്റ്റായിട്ടും ഗ്ലോയിങ് ആയിട്ടും ഒക്കെ നിലനിർത്താനായിട്ട് പറ്റുന്നത്. നമുക്ക് അരിച്ച് ബാലൻസ് വരുന്ന ആ സംഭവമില്ലേ, അത് നമുക്ക് അതുകൊണ്ട് നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാം. നല്ല കിടു റിസൾട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അത് ഞാൻ ഇതിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ അരിച്ചെടുത്തതിലേക്ക് നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കണം. നാരങ്ങ നീരും നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. സ്കിൻ ബ്രൈറ്റ് ആവാനായിട്ടൊക്കെ നമ്മൾ ലെമൺ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് തേൻ കൂടി ചേർക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഹണിയാണ് ചേർക്കുന്നത്. നമുക്ക് പഞ്ചസാരയൊന്നും ആഡ് ചെയ്യാതിരിക്കുന്നതാണ് ഈ ഒരു ജ്യൂസിൽ നല്ലത് കേട്ടോ. തേൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ക്യാരറ്റും കുക്കുംബറും കൂടിയിട്ടുള്ള ഈ ഒരു ജ്യൂസ് നമ്മുടെ സ്കിന്നിലുള്ള, അതായത് ബോഡിയിലുള്ള ഇമ്പ്യൂരിറ്റീസ്, ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് എന്ന് വെച്ചാൽ ഓവറായിട്ട് കഴിക്കേണ്ടതില്ല. കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ ഒരു യെല്ലോ ടോൺ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിതമായിട്ട് മാത്രം ക്യാരറ്റ് ജ്യൂസ് കഴിക്കാം. അപ്പോൾ ഇതെപ്പോഴാണ് കഴിക്കേണ്ടത് എന്നൊരു ഡൗട്ട് ഉണ്ടാകും. നമ്മൾ രാവിലെ തന്നെ എംറ്റി സ്റ്റൊമക്കിൽ കഴിക്കുന്നത് നല്ലത്. അപ്പോൾ ബ്ലഡൊക്കെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാനും എല്ലാം നല്ലതാണ്. കണ്ണുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെ നല്ല ഒരു ഡ്രിങ്കാണിത്. ഇപ്പോൾ എന്തായാലും കുടിച്ച് നോക്കൂ. നമ്മൾ ക്യാരറ്റ് ജ്യൂസ് അരിച്ചെടുത്തതിൻ്റെ ബാലൻസ് വന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ വെറുതെ കളയൊന്നും വേണ്ട, ഇതും വളരെ നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒന്നിച്ച് ജ്യൂസിൽ കഴിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും, ഇതും കുക്കുംബറും എല്ലാം കൂടിയിട്ട് വരുമ്പോൾ. പക്ഷേ അപ്പോൾ ഈ ഒരു ബാലൻസ് വന്നത് നമുക്കൊന്നൊരു ബോഡി പോളിഷ് ക്രീം അല്ലെങ്കിൽ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിനായിട്ട് ഈ അരച്ചു വച്ചിരിക്കുന്നതും പിന്നെ അതിലേക്ക് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് റെഡിയാകും. ഇത് ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ശരിക്കും മനസ്സിലാകും കേട്ടോ. ഇത് കുളിക്കുന്നതിന് മുമ്പ് സ്കിന്നിലും അതുപോലെ തന്നെ ഫേസിലും ഒക്കെ, കൈകളിലും കാലുകളിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഉണങ്ങുന്ന ആ ഒരു പരുവത്തിന് നമുക്കത് വാഷ് ചെയ്ത് കളയാം. നല്ല ഒരു ഗ്ലോയും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സ്കിന്നിന് കിട്ടും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ എങ്ങനെയാണ് ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ക്യാരറ്റ് കറി ഉണ്ടാക്കി കഴിക്കുന്നത്, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കും അതുപോലെയൊക്കെ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.